ഇതെന്റെ ബ്രദറാണ് കൃഷ്ണകുമാർ. ഞങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഹലോ ഹലോ. എന്റെ അച്ഛനും അമ്മയും സാറിനോട് പ്രത്യേകം നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. നീ പെൺകുട്ടികളെ പോലെ കരയുന്നു. നീ ഒരു ആൺകുട്ടിയല്ലേ? മമ്മിയെ നോക്കണ്ട നീയല്ലേ? നിനക്ക് പറ്റാത്ത കാര്യം വരുമ്പോ പപ്പ അവിടെ പറഞ്ഞെത്തൂല്ലേ? പിന്നെന്താ? നിങ്ങളുടെ വാക്കും കേട്ട് ഞാനും നിന്റെ മമ്മി ഒരുമിച്ച് ചേർന്നിരുന്നെങ്കിൽ അതൊരു ലോകമണ്ടത്തരമായിപ്പോ. നിങ്ങൾ വളർന്നു വലുതായ നിങ്ങളെ കാര്യം നോക്കി പോവില്ലേ? പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിച്ചോണ്ടിരിക്കും? അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം ഇഷ്ടം ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ ഒന്നിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കാനഡയിൽ പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കും. ഓക്കെ? ശിവാനി പോയതിന്റെ വിഷമമുണ്ടല്ലേ? ആദിയുടെ പപ്പ എന്റെ പപ്പയെ തല്ലിയിട്ടുണ്ട്. എന്റെ പപ്പ ഒരുപാട് പേരെ തല്ലിയിട്ടുണ്ട്. പറഞ്ഞാൽ അറിയാം. ആക്ട്രസ് റാണി കപൂറിന്റെ ഇഷ്യൂവിൽ ആദിയുടെ പപ്പ ഒരാളെ തല്ലിയില്ലേ? അതെന്റെ ഡാഡിയാ. ആണോ? ഐ എം സോറി. ആദ്യം എന്തിനാ സോറി പറയണേ? തല്ലിയത് ആദിയുടെ പപ്പയല്ലേ? പപ്പ വന്നിട്ടില്ലേ? അപ്പുറത്തുണ്ടാവും. വിക്രമ എന്താടാ? അബ്ദുറസാക്ക് ജയിച്ചോ? ഇല്ല മുതലാളി, റസാക്ക് തോറ്റു തൊപ്പിയിട്ടു. എന്നിട്ട് അബ്ദുൾ റസാക്ക് പറഞ്ഞത് റെഫറി അസംഗന് ചതിച്ചു. സത്യം മുതലാളി, ആദ്യത്തെ ഒരു റൗണ്ടിൽ മാത്രം അവൻ ജയിച്ചുള്ളൂ. ബാക്കി 2 റൗണ്ടിൽ ഞാനാ തോറ്റത്. ആ മുതലാളി, എന്നിട്ടും റസാക്കിന് തോപ്പിച്ചു. മുതലാളി, ഈ ചതിയൻ റെഫറി എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് പറ. എക്സ്ക്യൂസ് മീ. ആയിടാ ഒരു മിനിറ്റ്. മുതലാളി ഒരു മിനിറ്റ് കഴിഞ്ഞ് പറയാമോ? ആലോചിക്കട്ടെ, ശരിക്കും ആലോചിക്കട്ടെ. നമ്മുടെ മുതലാളി ഇച്ചിരി സമയം കൊടുത്തേക്കുന്നേ. സാറിനോട് മുൻപും പറഞ്ഞിട്ടില്ലേ ഇവിടെ ഫോൺ ഉപയോഗിക്കരുതെന്ന്? നമ്മുടെ അബ്ദുറസാക്ക് ഗുസ്തിയിൽ തോറ്റുപോയി. ഇത് കണ്ട് കുട്ടികളും ചെയ്യാൻ തുടങ്ങിയ നല്ല പടപടക്കണം. പിന്നെ നമ്മൾ എന്ത് നോക്കാനാ? മുതലാളിയിൽ പറഞ്ഞ നീ പോയി പടക്കണ. കണ്ടോ? ഇനി മുതൽ ഞാനും ചെയ്യില്ല. ലാസ്റ്റ് ഗോൾ. അബ്ദുറസാക്കെ പോയോ? ദൈവമേ, ഇവരിവിടെ എത്തി. നമുക്ക് അവിടെ ഇരിക്കാം. എന്റെ മുതലാളി കാത്തിരക്കളെ. ആദി ദേ നോക്കി, ശിവാനി. ശിവാനി, നിങ്ങൾ കാനഡ പോയില്ലേ? പോകാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ മമ്മിക്കും പോകാൻ ഇഷ്ടമല്ലായിരുന്നു. എടാ, ഇപ്പൊ നിന്റെ പപ്പയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാനോ നീയൊന്നും അല്ല, എന്റെ മമ്മിയാ. ഇനി നീയും ഞാനും മമ്മിയും പപ്പയും ഒരുമിച്ചാ ജീവിക്കാൻ പോണേ. എക്സ്ക്യൂസ് മീ. അയ്യോ, ഇതിൽ ഞാൻ പോയി ഇടപെട്ടില്ലെങ്കിൽ അവന്മാര് തല്ലുകൊണ്ട് താറുമാറായി പോകും. ഇത് ലാസ്റ്റ് ഡേ. ഇനി ഒരിക്കലും ഉണ്ടാവൂല, ഉറപ്പ്. ഓക്കെ? ഭാസ്കർ മുതലാളിയാ. എന്താടാ സംഗതി? എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. ഇത് മുതലാളിയുടെ ആൾക്കാരാ. നീ വന്നടാ. എന്താ കിണിയണ്ണ? എന്നാലാ നേരത്തെ പറയണ്ടേ? ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ കിടപ്പ് കാരണം പുറത്തോട്ട് വന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ ഇവൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതങ്ങനെ ശരിയാവും? അതേ ശരിയാകൂ, അതേ നടക്കും. അങ്ങനെ വെറുതെ ജയിച്ചല്ലേ? എന്നെ കൂടി ഒന്ന് ജയിപ്പിക്കേരി. റാണി കബീർ അവർക്ക് വരാൻ കണ്ട സമയം ഇല്ലെങ്കിൽ ഞാനും ജയിച്ചേനെ. എക്സ്ക്യൂസ് മീ, ഒരു ഓട്ടോഗ്രാഫ്. താങ്ക് യു. ഒപ്പ് വേണ്ടവർക്ക് ക്യൂ ആയിട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ടോ. മസിൽ കണ്ട് പേടിക്കണ്ട, ഇട്ടോളൂ.
ഇറ്റ്സ് മൈ പ്ലഷർ. മസ്ലി കണ്ട് പേടിച്ചിരിക്കുക. ഇട്ടോളൂ. താങ്ക് യു. നോക്കണ്ട, ഉപ്പ് മാത്രമേ ഉള്ളൂ, ഫോൺ നമ്പർ ഇല്ല.